പഴം തൊടുകറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു പഴം, അധികം പഴുക്കാത്ത പഴം വേണം എടുക്കാനായിട്ട്. അത് വട്ടത്തിൽ അരിഞ്ഞ് ഇഡ്ഡലിച്ചെമ്പിൽ പുഴുങ്ങാൻ വയ്ക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ചുക്ക് പൊടി ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുക. വെന്ത ശേഷം പഴം അതിൽ നിന്ന് എടുത്ത് മാറ്റുക. പഴം അധികം വെന്ത് ഉടയാൻ പാടില്ല. അധികം പഴുക്കാത്ത പഴം വേണം ഈ റെസിപ്പി എടുക്കാനായിട്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് ശർക്കര കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ചുക്ക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ച പഴം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ കൂട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയെല്ലാം മൂത്തതിന് ശേഷം ഈ താളിപ്പ് നമ്മൾ പഴം നുറുക്കിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. സ്വാദിഷ്ടമായ പഴം തൊടുകറി റെഡിയായി. ഇത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.